രാവിലെ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇഡ്ഡലിയുടെ കൂടെ സാമ്പാർ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കി എടുക്കാനുള്ള നേരമൊന്നുമില്ല. കാരണം നമ്മുടെ കുഞ്ഞു പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ കള്ളക്കരച്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ കരച്ചിൽ കേൾക്കുമ്പോൾ സമാധാനമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പലപ്പോഴും എനിക്ക് പറ്റാറില്ല കേട്ടോ. എന്ന് പറഞ്ഞ് മൂളുന്നുണ്ട്. എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ ആൾ, ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ. അപ്പോഴേക്കും ജോക്കൂട്ടനും പല്ല് തേച്ച് റെഡിയായിട്ട് വന്നു. അന്നമോൾ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവളുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ടാണ് ഞാനും ജോക്കൂട്ടനും ഇഡ്ഡലിയും ചമ്മന്തിയും കഴിച്ചത്. ഉച്ചയായപ്പോഴത്തേനും ചോറണ്ണൻ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഊണ് കഴിച്ച് വൈറലായ ഒരു ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ കഴിച്ച പോലെ ഊണ് കഴിക്കാമെന്നൊക്കെ ഓർത്തു, വീഡിയോ എടുക്കാമെന്നൊക്കെ ഓർത്തു. അപ്പോഴും പ്രത്യേകമായിട്ടുള്ളൊരു കരച്ചിൽ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആ വീഡിയോ എടുക്കൽ പരിപാടി അങ്ങോട്ട് നിർത്തി. വൈകിട്ടായപ്പോഴത്തേനും ഓശാന ശനി, അഥവാ ഞങ്ങൾ ക്രിസ്ത്യൻസിന് കൊഴുക്കട്ട ശനിയാണ്. വീടിൻ്റെ പുറകിൽ നിന്ന് വാഴയിൽ നിന്ന് രണ്ട് വാഴലല്ല, ഒരു വാഴലയുടെ തുഞ്ചൊക്കെ മുറിച്ചെടുത്തു. ഇങ്ങനെ ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുറകിൽ ചെമ്മിപ്പുളി മാങ്ങയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ജോക്കൂട്ടൻ കൈ നീട്ടിയപ്പോൾ ഞാൻ ഒരെണ്ണം പറിച്ചു കൊടുത്തു. എനിക്ക് വലിയ ഇഷ്ടമല്ല ചെമ്മിപ്പുളി പച്ചയ്ക്ക് തിന്നണത്, പക്ഷേ ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശർക്കര ഉരുക്കിയതും തേങ്ങയൊക്കെ ഓൾറെഡി ഉണ്ടെങ്കിലും ശർക്കര പോരാന്ന് എനിക്ക് തോന്നി. ശർക്കര ഇടിച്ചു പൊട്ടിക്കുന്ന ഒച്ച കേട്ടപ്പോൾ എവിടെയാണെങ്കിലും പറന്നു വരുന്ന ആളാണ് എൻ്റെ പുത്രൻ. അപ്പോൾ ഞാനിങ്ങനെ ഇടിക്കുന്നതിൻ്റെ ഇടയിൽ കൈ കൊണ്ടുവന്നിട്ടപ്പോൾ ഞാൻ പറഞ്ഞത്, ആ വാതിക്ക് ആരോ വന്നിട്ടുണ്ട്, വേഗം പോയി നോക്കിക്കോ എന്ന് പറഞ്ഞു വിട്ടിട്ട് ചടപടേ എന്ന് പറഞ്ഞ ശർക്കര ഇടിച്ച് പൊട്ടിച്ചു കേട്ടോ. പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, അവിടെ നിന്ന് മാറി കൈ പിന്നെ ഇടയിൽ കൊണ്ടുവരില്ലല്ലോ, അവിടെ നിന്ന് മാറി നിന്നാൽ മാത്രം മതി. 2 പീസ് ശർക്കരയൊക്കെ രണ്ടാൾക്കും കൊടുത്തിട്ട് ബാക്കി വന്ന ശർക്കര ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ ശർക്കര പാനിയാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ശർക്കര പൊടിഞ്ഞതും ഉണ്ടായിരുന്നു, അതെല്ലാം ഇട്ട് ശർക്കര പാനിയാക്കി. ഒറ്റ എടുക്കലിന് വീഡിയോ എടുക്കലൊന്നും നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ കുഞ്ഞുങ്ങളുള്ളവർക്കൊക്കെ അറിയാം, നല്ല പണിയാണ്. പക്ഷേ എന്നാലും വീഡിയോ ഇടുക, വീഡിയോ അപ്ലോഡ് ആക്കുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് ഞാനതൊക്കെ മുടങ്ങാണ്ട് ചെയ്യുന്നു മാത്രം. അങ്ങനെ ശർക്കര ഉരുക്കിയതൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് തേങ്ങ ഇട്ടു. അതോടൊപ്പം തന്നെ അതങ്ങ് വിളഞ്ഞ് വന്നപ്പോഴത്തേനും കുറച്ച് ഒന്ന് കട്ടിയാകാൻ വേണ്ടി കുറച്ച് അവലിട്ടു, ഇച്ചിരി ചുക്ക്, അതേപോലെ 2 തരി ഏലയ്ക്ക, 2 തരി ജീരകം, ഇതെല്ലാം ഇട്ടിട്ട് നമ്മളിതാ കൊഴുക്കട്ടയ്ക്ക് ഉള്ളിലുള്ള ഫില്ലിങ് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് അവലും കൂടി ഇട്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ അവലും കൂടി ഇട്ടിട്ട് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ വരുന്നടാ ഒരു ഇടിവെട്ടും മഴയും. വെള്ളയപ്പത്തിലല്ലടാ, കൊഴുക്കട്ടയ്ക്കുള്ള പൊടി അങ്ങ് കുഴച്ച് തേച്ച് കൂട്ടിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ മഴയായി, കാറ്റായി, കരണ്ട് പോക്കായി. സത്യം പറഞ്ഞാൽ ഇരുട്ടത്ത് നിന്നിട്ടാണ് കേട്ടോ സന്ധ്യയ്ക്ക് ഞാൻ ഈ കൊഴുക്കട്ട ഉണ്ടാക്കിയെടുത്തത്. കരണ്ട് പോയപ്പോഴത്തേനും ആകെ കൂടെ സങ്കടം തോന്നിപ്പോയി. ചേട്ടൻ വന്നത് നല്ല പെരുമഴയത്താണ് വൈകിട്ട്. അങ്ങനെ വൈകിട്ട് ഒന്നിച്ച് കൊഴുക്കട്ട കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതിയതെല്ലാം കരണ്ട് കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ കറക്റ്റ് ഒരു 10 കൊഴുക്കട്ട ഞാൻ ഉണ്ടാക്കിയുള്ളൂ. ഇരുട്ടത്താണ് ഉണ്ടാക്കിയത്, പക്ഷേ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ജോക്കുട്ടനും കൂടി നിന്ന് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി. പിറ്റേ ദിവസം നേരം വെളുത്തിട്ടാണ് ബാക്കിയുള്ള കൊഴുക്കട്ട കഴിച്ചത് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം അപ്പോൾ ഓശാന ഞായറാഴ്ച എൻ്റെ മോള് കുരുത്തോലയൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കും.